എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈന്ദവ ആരാധനയുടെ ഹൃദയഭാഗത്തുള്ള അതിമനോഹരമായ ഒരു അനുഷ്ഠാനമായ പൂജയെക്കുറിച്ചാണ്. അപ്പോ എന്താണ് ഈ പൂജ? നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ടെന്ന് കരുതുക. നിങ്ങൾ എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും ചെയ്യുക? അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ തന്നെയാണ് പൂജയുടെ ആത്മാവൊളിഞ്ഞിരിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, പൂജ എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായി കണ്ട് നമ്മുടെ വീട്ടിലേക്കും ഹൃദയത്തിലേക്കും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോ എന്താണ് ഈ പൂജ എന്ന് ചോദിച്ചാൽ, അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ആരാധന എന്നാണ്. പക്ഷെ അത് വെറുമൊരു വാക്ക് മാത്രമല്ല. നമ്മുടെ ശാരീരികമായ പ്രവൃത്തികളും ചൊല്ലുന്ന മന്ത്രങ്ങളും മനസ്സിലെ ചിന്തകളും എന്തിന് നമ്മുടെ ഉള്ളിലെ ഊർജവുമെല്ലാം ഒത്തുചേർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ശക്തമായ അനുഷ്ഠാനമാണത്. പൂജയുടെ ഓരോ നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ഇഷ്ടദേവനെ ഒരു സാധാരണ അതിഥിയായിട്ടല്ല, മറിച്ച് ഏറ്റവും ആദരണീയനായ, ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായിട്ടാണ് കാണുന്നത്. ആ അതിഥിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമ്മൾ നൽകുന്നു. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ഏതൊരു അതിഥിയെയും സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മളും നമ്മുടെ വീടും ഒന്ന് ഒരുങ്ങാറില്ലേ, വൃത്തിയാക്കാറില്ലേ? അതുപോലെ തന്നെയാണ് പൂജയുടെ കാര്യവും. അതിനും ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. ഈ തയ്യാറെടുപ്പുകൾക്ക് പ്രധാനമായും 3 തലങ്ങളുണ്ട്. ഒന്നാമതായി സ്ഥലം, അതായത് നമ്മുടെ പൂജാമുറിയും വിഗ്രഹവുമൊക്കെ വൃത്തിയാക്കി വെക്കും. രണ്ടാമതായി ശരീരം. ആചമനീയം എന്നൊരു ചടങ്ങുണ്ട്. കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ സ്വയം ശുദ്ധീകരിക്കുന്നു. മൂന്നാമതായി നമ്മുടെ മനസ്സ്. പ്രാണായാമം, അതായത് ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി പൂജയ്ക്കായി ഒരുക്കുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം: സങ്കല്പം. അതായത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ഉറപ്പിക്കുക. ദൈവത്തിന്റെ കൃപ നേടാനായി ഞാൻ ഈ ആരാധന തുടങ്ങുന്നു എന്ന മനസ്സിൽ ഉറച്ച ഒരു തീരുമാനത്തോടെയാണ് പൂജ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശാരീരികമായും മാനസികമായും തയ്യാറായി കഴിഞ്ഞു. ഇനി എന്താ? ഇനി നമ്മുടെ ആ ദിവ്യനായ അതിഥിയെ, നമ്മുടെ ഈശ്വരനെ, നമ്മുടെ പൂജാമുറിയിലേക്കും ഹൃദയത്തിലേക്കും ക്ഷണിക്കാനുള്ള സമയമാണ്. ഈ സ്വാഗതം ചെയ്യലിന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ ദീപം തെളിയിക്കും. ഇത് അറിവ്, അജ്ഞതയെ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമാണ്. പിന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കും, അതായത് ഗണപതിയെ. എന്തിനാണെന്നോ, ഈ പൂജയ്ക്കൊരു തടസ്സവും വരാതിരിക്കാൻ. അതിനുശേഷം മണിനാദം മുഴക്കും. ഇത് നല്ല ശക്തികളെ ക്ഷണിക്കാനും ദുശ്ശക്തികളെ അകറ്റാനും വേണ്ടിയാണ്. ഇനി നമ്മൾ പൂജയുടെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ആ അതിഥിയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവുമെല്ലാം പ്രകടിപ്പിക്കുന്ന 16 ഘട്ടങ്ങളുള്ള ഒരു സമർപ്പണമുണ്ട്. ഇതിനെയാണ് ഷോഡശോപചാര പൂജ എന്ന് പറയുന്നത്. ഷോഡശോപചാര, എന്താ ഈ വാക്കിന്റെ അർത്ഥം? സംസ്കൃതത്തിൽ ഷോഡശം എന്നാൽ 16, ഉപചാരം എന്നാൽ ആദരവോടെയുള്ള സമർപ്പണം. അപ്പോ 16 സമർപ്പണങ്ങൾ. സിമ്പിൾ. അപ്പോൾ ഈ 16 എണ്ണത്തിൽ ആദ്യത്തേത് അതിഥിയെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിഥി വരുമ്പോൾ നമ്മൾ ആദ്യം എന്തു ചെയ്യും? ഇരിക്കാനൊരു സ്ഥലം കൊടുക്കും, അല്ലേ? അതാണ് ആസനം. പിന്നെ യാത്ര ചെയ്തു വന്നതല്ലേ, ക്ഷീണം മാറ്റാൻ കാല് കഴുകാൻ വെള്ളം കൊടുക്കും. അത് പാദ്യം. കൈകൾ കഴുകാൻ അർഘ്യം. കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കും. അതാണ് ആചമനീയം. അതിഥിയെ സ്വീകരിച്ച് ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സ്നേഹത്തോടെ പരിചയിക്കും. അതുപോലെ ഇവിടെ അടുത്ത ഘട്ടം അലങ്കരിക്കലാണ്. പുണ്യജലം കൊണ്ട് ഒരു സ്നാനം. അതിനെയാണ് സ്നാനമെന്ന് പറയുന്നത്. ശേഷം പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു, വസ്ത്രം. പിന്നെ മനോഹരമായ ആഭരണങ്ങൾ ചേർത്തുന്നു, ആഭരണം. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം വരുന്നത്. ഈ ചെയ്യുന്ന ഓരോ ഉപചാരവും വെറുതെ അങ്ങ് ചെയ്യുകയല്ല. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ഈ ആരാധനയുടെ ഭാഗമാക്കാനാണ് ഇവ ഓരോന്നും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇമ്മേഴ്സീവായിട്ടുള്ള എക്സ്പീരിയൻസാണ്. അതെങ്ങനെയാണെന്നല്ലേ? നോക്കൂ, നമ്മൾ സുഗന്ധമുള്ള ചന്ദനം ചാർത്തുമ്പോൾ സ്പർശനമെന്ന ഇന്ദ്രിയമുണരുന്നു. മനോഹരമായ പൂക്കൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയും, സുഗന്ധമുള്ള ചന്ദനത്തിരി കത്തിക്കുമ്പോൾ നമ്മുടെ ഘ്രാണശക്തിയും പ്രവർത്തിക്കുന്നു. അവസാനം ഭക്ഷണം, അതായത് നൈവേദ്യം സമർപ്പിക്കുമ്പോൾ രുചിയും ഈ ആരാധനയുടെ ഭാഗമായി മാറുന്നു. കണ്ടില്ലേ, നമ്മുടെ ശരീരം മുഴുവൻ ആ പ്രാർത്ഥനയിൽ ലയിച്ചു ചേരുകയാണ്. അപ്പോ നമ്മൾ അതിഥിയെ സ്വീകരിച്ചു, സൽക്കരിച്ചു, സ്നേഹത്തോടെ ആരാധിച്ചു. ഇനിയെന്താ? നന്ദി പറഞ്ഞ് ആദരവോടെ അവരെ യാത്രയാക്കാനുള്ള സമയമായി. പൂജയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അവസാന കർമ്മങ്ങൾക്കും നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ആദ്യം കർപ്പൂര നിരാഞ്ജനം, അതായത് കർപ്പൂരമൊഴിഞ്ഞ് ആരതി നടത്തും. കർപ്പൂരം കത്തുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ അലിഞ്ഞില്ലാതാവുന്നതുപോലെ
നമ്മുടെ അഹംഭാവവും ഇല്ലാതാവട്ടെ എന്നാണ് പ്രാർത്ഥന. പിന്നെ പ്രദക്ഷിണം വയ്ക്കും. എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം ഈശ്വരനാണെന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. അവസാനമായി പൂർണ്ണമായ സമർപ്പണത്തോടെ ഒരു നമസ്കാരം. അതോടെ പൂജ പൂർത്തിയാവുന്നു. പൂജയുടെ അവസാനം ചൊല്ലുന്ന ഈ മന്ത്രം അതിന്റെ മുഴുവൻ സത്തയും ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ എന്റെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തു ചെയ്താലും അതെല്ലാം ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നൊരു ഭാവം. നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ഈശ്വരന് സമർപ്പിക്കുന്നൊരു മനോഭാവം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് പൂജ എന്നത് കുറച്ച് ചടങ്ങുകൾ മാത്രമല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നമ്മുടെ ഉള്ളിലെ ഭക്തിയെ വളർത്താനും മനസ്സിനെ ഒരിടത്ത് നിർത്താനും ദൈവവുമായൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു വഴിയാണ്, ഒരു പരിശീലനമാണ്. അപ്പോൾ ഈ വിവരണം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു ചോദ്യം തരികയാണ്. പൂജയിൽ നമ്മൾ ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ഓരോ ദിവസത്തെയും സാധാരണ ജീവിതത്തിലെ നിമിഷങ്ങളെ എങ്ങനെ കൂടുതൽ അർത്ഥമുള്ളതും കൂടുതൽ പുണ്യവുമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ.